ചുരുക്കി പറഞ്ഞാൽ ഓഫീസ് പ്ലസ് ഒരു ഫീൽഡ് ജോലി ആ ഒരു താല്പര്യമുള്ള ആളുകൾക്ക് ഭയങ്കര രസമായിരിക്കും ചെയ്യാൻ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടായിരുന്നു, കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 4 മണിക്കൂറൊക്കെ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതിയാവും. ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കമന്റുകൾ വരുന്നത് എന്താണ് ഈ എക്സാമിനേഷൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്നുള്ളതാണ്. അതായത് ഒരുപാട് കുട്ടികൾക്ക് ഈ എക്സാമിനേഷൻ എന്താണെന്നും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം നോർമൽ PSC പരീക്ഷയുടെ ഒരു പാറ്റേൺ അല്ല ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഉള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിഷ്ണു CK സാറാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഫാക്കൽറ്റിയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ക്ലിയർ ചെയ്ത വ്യക്തിയും കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഈ എക്സാമിനെ പറ്റി പറയാൻ പറ്റും. അതിൽ ആദ്യത്തെ ചോദ്യം സാർ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജോലി, ആ ജോലിയുടെ സ്വഭാവം എന്താണ്? ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ നമുക്ക് ഗ്രാമതലത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലൊക്കെ ഫീഡർ കാറ്റഗറി ആയിട്ട് വരുന്ന ഒരു തസ്തികയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന പറഞ്ഞാൽ കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് കർഷകർക്കും അതുപോലെ ക്ഷീരവികസന സംഘങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പിന്തുണ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ സർക്കാർ തലത്തിലാണെങ്കിൽ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് കർഷകരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് ഇതൊരു ഫീൽഡും ഓഫീസും കൂടി വരുന്നതാണ്. അപ്പൊ അതേസമയം ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് ഫീൽഡിൽ പോകേണ്ടി വരും, കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും, അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സസ് സംഘടിപ്പിക്കുക, അങ്ങനെ കൂടുതൽ പേരെ അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ ഉണ്ടല്ലോ അവർ ഉയർത്തിക്കൊണ്ടുവരിക, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്വഭാവം. ചുരുക്കി പറഞ്ഞാൽ ഓഫീസ് പ്ലസ് ഒരു ഫീൽഡ് ജോലി ആ ഒരു താല്പര്യമുള്ള ആളുകൾക്ക് ഭയങ്കര രസമായിരിക്കും ചെയ്യാൻ. ഓഫീസിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന, ഒപ്പം ഓഫീസിലും കൂടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ട് ജോലിയാണ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതിനേക്കാളിലപ്പുറം കാർഷിക മേഖലയുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റുന്നൊരു മിൽമയായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഫീൽഡ് പ്ലസ് ഓഫീസ് അങ്ങനെ വരുന്നൊരു ജോലിയാണ്. കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഈ നോട്ടിഫിക്കേഷൻ സാർ എപ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും? നോട്ടിഫിക്കേഷൻ നമുക്കിനിപ്പോ ഒരു നവംബർ ഡിസംബർ ഈ വർഷം അവസാനത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തന്നെ ഇതിന്റെ എക്സാമിനേഷൻ വീണ്ടും ഒരു മാസം കൂടി ഉണ്ടാവും. അതായത് ഒരു 6 മാസം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതെ, ഒരു 6-7 മാസം കിട്ടേണ്ടതാണ്. ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരുന്ന സംശയം എന്ന് പറയുന്നത് നോർമൽ PSC സിലബസ് അല്ല ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷനിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആദ്യം ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടോ, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇതിലെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെന്നാണ് പറയുന്നത്. അതായത് +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ. അതായത് അതിലിപ്പോ അവർ എടുത്തു പറയുന്നുണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതെല്ലാം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ക്വാളിഫിക്കേഷൻ ഇങ്ങനെയാണ്: ഡിഗ്രി വേണം, വിത്ത് ഡിഗ്രി വേണം, പ്ലസ് ഫിസിക്സ്, നമ്മുടെ സയൻസോ അല്ലെങ്കിൽ ബയോളജിയോ +2 ഓപ്ഷണൽ ആയിട്ട് പഠിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിഗ്രി മസ്റ്റ് ആണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ +2 നിങ്ങൾ ഒന്നെങ്കിൽ മാത്സ് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ബയോളജി സയൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ സിലബസിലേക്ക് ഒന്ന് വരാം. എന്താണ് പഠിക്കാനുള്ള സിലബസ്? കാരണം ഇപ്പൊ ഇതിനകത്തിൽ നോർമൽ PSC പോലെ ഹിസ്റ്ററി ഇല്ല, ജോഗ്രഫി ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പൊ ചില കുട്ടികൾക്ക് ഈ ഹിസ്റ്ററി പഠിക്കാനും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനും ഒക്കെ ഭയങ്കര പ്രയാസം അല്ലെങ്കിൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്നതായിട്ട് സിലബസ് കണ്ടപ്പോൾ തോന്നുന്നു. അതെ, അപ്പൊ അതായത് ഇതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അഡ്വാൻറ്റേജും ഉണ്ട്, എന്നാൽ ചില ആളുകൾക്ക് ഡിസഡ്വാൻറ്റേജും ആണ്. കാരണം ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ GK ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, ഹിസ്റ്ററി പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരിക എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതെ, കാരണം ഇപ്പൊ മാറി വരുന്ന PSC ട്രെൻഡ് നോക്കുമ്പോൾ നമുക്കറിയാലോ കുറെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഭയങ്കര ടഫ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സിലബസ് ഉണ്ട്, അതും തന്നെയായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. അതായത് സിലബസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓരോ ടോപ്പിക്കിനോടൊപ്പം എത്ര മാർക്കിന് അതെ, അതൊരു കറക്റ്റ് ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓരോ മൊഡ്യൂളിലും നമ്മൾ ഇത്ര മാർക്കിനാണ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും. നമ്മൾ PY നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. സെയിം തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് 20 ടോപ്പിക്, ഓരോ ടോപ്പിക്കിന് ഓരോ മാർക്ക് 20 മാർക്ക്. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ടോപ്പിക്കിന് 5 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. 5 മാർക്ക് അതിൽ അതുപോലെ തന്നെ കിട്ടും. മാത്സ് ആണെങ്കിൽ അതിനും ഓരോ ടോപ്പിക്കിൽ നിന്ന് നൽകുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ വെയിറ്റേജ് അനുസരിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ GK ടോപ്പിക്കുകൾ നോർമൽ നമ്മൾ കാണുന്നത് ഒന്നും ഈ ഒരു സിലബസിൽ ഇല്ല. അപ്പൊ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ 2 ബോട്ടണി, സുവോളജി, മാത്സ്, സ്പെഷ്യൽ ടോപ്പിക്. ഇനി മാത്സിലേക്ക് വരുമ്പോൾ നമ്മുടെ നോർമൽ മാത്സ് അല്ല, അവിടെയും ഒരു വ്യത്യാസം. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. എന്താണ്? അപ്പൊ അതിലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഇപ്പൊ സെറ്റ്,
അതുപോലെ മെട്രിക്സ്, അങ്ങനെയുള്ള കുറച്ച് ചൂസ് ചെയ്ത് പഠിക്കുക. അപ്പം മാത്സ് നമ്മൾ തുടക്കത്തിൽ അപ്പൊ ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ നമുക്ക് മാത്സിൽ എളുപ്പമുള്ള സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ്, മെട്രിക്സ് പോലുള്ള പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് റെഡി ആവും. മാത്സിനോട് വളരെ സിമ്പിൾ ആണ്. അപ്പൊ കാരണം മാത്രമല്ല ഇതിന് വെയിറ്റേജ് കൂടുതലാ, 3-4 മാർക്കുണ്ട്. അപ്പൊ പഠിച്ച അത് നമുക്ക് മാർക്ക് അവിടുന്ന് പോകത്തില്ല, സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുക. എന്നിട്ട് അവസാനത്തേക്ക് നമ്മൾ ഈ ബൈനോമിയൽ തിയറം പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതായത് മാത്സിൽ മിക്സ്ഡ് ആണ്, പാടുള്ള ടോപ്പിക്കും ഉണ്ട്, എളുപ്പമുള്ള ടോപ്പിക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ നോർമൽ നമ്മുടെ PSC സിലബസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പഠിച്ചെടുക്കാനായിട്ട് വലിയ പ്രയാസമില്ല. കാരണം നമ്മൾ ഇത് ഓൾറെഡി +1 +2 സിലബസിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ഉദാഹരണമായിട്ട് സെറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് ഒരു 2-3 മണിക്കൂർ ഇട്ടാൽ തീരാവുന്ന ടോപ്പിക്കാണ് സെറ്റ്. അതേപോലെ തന്നെ മെട്രിക്സ്, പിന്നെ ബൈനോമിയൽ തിയറത്തിലോട്ടൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ അവിടെയും ഒന്ന് മനസ്സിരുത്തിയാൽ കിട്ടാവുന്ന ടോപ്പിക്കുള്ളൂ. 20 മാർക്കാണ് മാത്സിനുള്ളത്. പിന്നെ വേറൊരു ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ മാത്സിൽ നിങ്ങളിപ്പം പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിനും സെയിം വെയിറ്റേജ് വരുന്നത്. മാത്സിന് ഇപ്പം 20 മാർക്കാണെന്നുണ്ടെങ്കിൽ അതേ സംഭവം തന്നെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ മാത്സ് അറിയാത്ത ഒരാൾക്ക് ബയോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താലും മതി. അതെ, അതായത് മാർക്കിന്റെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചത്. ഫിസിക്സ് 20 മാർക്കാണ്, കെമിസ്ട്രി 20 മാർക്കാണ്, ബയോളജി 20 മാർക്കാണ്, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കാണ്, മാത്സ് 20 മാർക്കാണ്. അപ്പൊ 5 ഏരിയയ്ക്കും ഒരേ വെയിറ്റേജ് തന്നെ ഉള്ളത് കൊണ്ട് ഇപ്പം ഒരാൾക്ക് കുറവ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കുറവാണെങ്കിൽ, സബ്ജക്ട് കുറവാണെങ്കിൽ മറ്റേ സബ്ജക്ട് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കാം. അപ്പൊ ക്ലിയർ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ GK സബ്ജക്ട്സ് പഠിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന, ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുക. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ സിലബസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ധാരണയായി. ഇനിയും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഈ എക്സാം ക്രാക്ക് ചെയ്ത സമയത്തുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ എന്താണ് ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മൾ പഠിക്കുന്ന മാസത്തിന് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പം തുടക്കത്തിൽ ഇപ്പൊ ഒരു മാസമൊക്കെ നമ്മൾ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീ റീഡ് NCERT +1 +2, അതുപോലെ VHSCയുടെ ബുക്കുകളുണ്ട് +1 +2, അത് വായിക്കാം. അതുപോലെ CBSEയിൽ തന്നെ +1 അങ്ങാണ്ടോ തോന്നുന്നുണ്ട് ഡയറിയുടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രീ റീഡ് NCERT കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് തീർക്കുക, ഒരു ബേസ് കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ഒരു 2-3 മാസത്തിൽ നമ്മൾ അഡ്വാൻസ് സ്റ്റഡിയിലോട്ട് പോയാൽ മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലാസ്റ്റ് 2 മന്ത് വരുമ്പോഴത്തേനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റുകൾ, അതുപോലെ PYQ കംപ്ലീറ്റ് ആ ഒരു ലെവലിലോട്ട് പോകണം. ഡെയിലി ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം ടെസ്റ്റ് എടുക്കുക, ഒരു കംപ്ലീറ്റ് ടെസ്റ്റ് എടുക്കുക, ആ രീതിയിലോട്ട് പോകണം. എങ്കിലേ നമ്മൾ ആ ഒരു കറക്റ്റ് എക്സാം കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇവിടെ ഇപ്പം ഈ സിലബസിനെ ഒന്ന് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. മിനിമം ഏറ്റവും കുറഞ്ഞത് 6 മാസം, അതിൽ കൂടുതൽ എന്തായാലും കിട്ടും. 6 മാസം ഏറ്റവും കുറഞ്ഞത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ കിട്ടും. ഇപ്പൊ നമ്മൾ ബാച്ച് ഡിസൈൻ ചെയ്തപ്പോഴും, അതായത് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓപ്പറേഷൻ ഡയറി എന്ന് പറയുന്ന ബാച്ച് ഈ മാസം 17-ാം തീയതി, ഓഗസ്റ്റ് 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോഴും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന 3 തിയറം, അതായത് 3 സ്ട്രാറ്റജി ഉണ്ട്. ഒരു കുട്ടിയെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്ന 3 കാര്യങ്ങൾ. നോർമലി ഒരു കുട്ടിയെ എല്ലാ കുട്ടികളും പഠിക്കുന്നത് പോലെ സ്റ്റഡി ചെയ്യാന്നൊരു കാര്യം, രണ്ടാമത്തത് റിവിഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ള കാര്യം, മൂന്നാമത്തെ മോക്ക് എടുക്കുക എന്നുള്ളത്. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് ഒരാൾ സ്റ്റഡി ട്രാക്കിനുള്ളിലേക്ക് എത്തി. തീർച്ചയായിട്ടും. ഇപ്പം ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 40% കാര്യങ്ങൾ കുട്ടിയുടെ മൈൻഡിൽ കാണും. അതിനോടൊപ്പം തന്നെ റിവിഷൻ കൂടെ കൊണ്ടുപോകണമെങ്കിൽ അത് 60% കാര്യങ്ങൾ എടുക്കാൻ പറ്റും. കൃത്യമായിട്ട് മോക്കും കൂടെ കൊണ്ടുപോയാൽ ഒരു 80-90% എടുക്കാൻ പറ്റും. ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, ഒന്നാമത്തെ കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ A4 സൈസ് നോട്ട്സും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ റിവിഷന് വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊണ്ടുവരും. അപ്പോൾ ഇവർക്ക് ക്വസ്റ്റ്യൻസ് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് ആ ഒരു ഐഡിയ കിട്ടും. 2 മോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് ഇവർക്ക് മോക്ക് എക്സാം കൊടുക്കും, ടോപ്പിക് എക്സാം കൊടുക്കും. അതുകൂടാതെ വീക്ക്ലി ബേസിസിലുള്ള എക്സാമുകൾ പോകും. അപ്പോൾ ഈ എക്സാംസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ഐഡിയ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാച്ച് 17 സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ശരി, അപ്പൊ ഇനിയും ഇപ്പൊ സാറ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്? അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ എനിക്കിപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടായിരുന്നു, കൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 4 മണിക്കൂറൊക്കെ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതിയാവും. അതായത് ഇപ്പോഴത്തെ ഒരു സമയം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 4 മണിക്കൂർ ഇട്ടാൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ 4 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ അന്ന് ചെയ്തോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെയിറ്റേജ് അനുസരിച്ചിട്ട്, കാരണം ഇപ്പൊ 5 മാർക്ക്, ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ നമുക്ക് 2 മൊഡ്യൂളിൽ 5 മാർക്കിന് വെച്ച് ചോദിക്കുന്നത്. അപ്പൊ 5 മാർക്കിന്റെ ആദ്യം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ 10 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയി. അങ്ങനെ നമ്മൾ സിലബസിലെ മാർക്ക് അനുസരിച്ചിട്ട് പഠിച്ചു പോവാം. അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരിക്കലും ഇതിൽ PhD എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പഠിക്കുന്നത്.
ഇത് കറക്റ്റ് ആയിട്ട് ആ ഒരു കട്ട് ഓഫ് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാക്സിമം പഠിച്ചെടുക്കുക. അപ്പൊ ഞാൻ മാത്സിൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ആ ഏരിയസ് ഒന്നും വല്ലാതെ കവർ ചെയ്തിട്ടില്ല. കുറെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റ്, മെട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു പോയത്. പിന്നെ ബയോളജി കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോയി. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കും നന്നായിട്ട് തന്നെ പഠിച്ചു പോയി. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. കാരണം സ്പെഷ്യൽ ടോപ്പിക് കോമൺ ആണ്, എല്ലാവരും പഠിക്കും. അപ്പൊ അതിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. അതായത് എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തൊരു ടോപ്പിക് ആയിരിക്കും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് റാങ്ക് മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഒരു കാരണവശാലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അത് എല്ലാവർക്കും ഒരേപോലെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, നമ്മുടെ അഡ്വാൻറ്റേജ് പാർട്ട് ഏതാണോ കണ്ടെത്തിയിട്ട് അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 4 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾക്ക് പഠിക്കാൻ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഒരു എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു ദിവസം ഗ്യാപ്പ് ഇല്ലാണ്ട് പിന്നോട്ട് പോകരുത്. തുടങ്ങി കഴിഞ്ഞാൽ കൂടുകയാണെങ്കിൽ നല്ലത്. 4 ഇന്നാണെങ്കിൽ നാളെ 5 ആക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് എക്സാം ആണെങ്കിലും, അതിപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നല്ല, ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ പല എക്സാമുകളിലും പിന്നോട്ട് പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം മിനിമം മാറ്റി വെക്കാനായിട്ട് പറ്റുമെങ്കിൽ സയൻസ് വിഷയങ്ങൾ അല്ലെങ്കിൽ മാത്സ്, സ്പെഷ്യൽ ടോപ്പിക് എന്നിവ കൂടുതൽ താല്പര്യത്തോടു കൂടി കാണുന്നുണ്ട്. GK സബ്ജക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അറിയാത്ത ആളുകൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. GK സബ്ജക്ട്സിൽ കൂടുതൽ സമയം മെനക്കെടുത്തി അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ടൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ +2 നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ മാത്സ് ഓപ്ഷണലായിട്ട് പഠിച്ചിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സയൻസ് വിഷയങ്ങളും സ്പെഷ്യൽ ടോപ്പിക് പോലുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ദിവസം 4 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് സൂപ്പർ നോട്ട്സ് ഓപ്പറേഷൻ ഡയറി ബാച്ച് ഓഗസ്റ്റ് മാസം 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ അതിൽ എൻവയോൺമെന്റ് പാർട്ട് എടുക്കുന്നത് സാറാണ്. അപ്പം ഈ ക്ലാസ്സുകൾക്കകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. ഇവിടെ റെക്കോർഡ് സെഷൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടത്തില്ല. സാധാരണ നിങ്ങൾ ലൈവ് ക്ലാസ്സുകളൊക്കെ കയറുമ്പോൾ 1 മണിക്കൂറാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലൈവ് ക്ലാസ്സുകൾ 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും അവർക്ക് ക്ലാസ് കിട്ടുക. ബാക്കി അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഡൗട്ട്സ്, കത്തിയടി, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടക്കും. അപ്പോൾ സമയനഷ്ടം ഒരുപാടുണ്ടാവും. പക്ഷേ ഇവിടെ 1 മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് തന്നെ, കണ്ടന്റ് തന്നെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ സമയനഷ്ടം ഇല്ല എന്ന് ഉറപ്പ് വരുത്താം. 2, ഒരു കുട്ടി ഒരു നോട്ട് എഴുതണമെങ്കിൽ, 1 മണിക്കൂറിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട് കണ്ടെഴുതണമെങ്കിൽ ഒരു 3 മണിക്കൂർ വരെയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് ക്ലാസ് കണ്ട് തന്നെ നമ്മുടെ റിസർച്ച് ടീം എഴുതുന്ന എറർ ഫ്രീ ആയിട്ടുള്ള A4 സൈസ് നോട്ടാണ്. അപ്പോൾ അവർക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. സെപ്പറേറ്റ് ഇനി എന്ത് ചെയ്യേണ്ട, നോട്ട് എഴുതി സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ A4 സൈസ് നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് പ്രിന്റബിൾ ആണ്. പിന്നെ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ ടോപ്പിക്ക് തീരുന്നതനുസരിച്ച് ദെൻ വീക്ക്ലി ബേസിസിലുള്ള എക്സാമുകൾ ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് മാക്സിമം ചെയ്യാം. നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും അമൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചോടാം. 250 സീറ്റ്സ് മാത്രമായിരിക്കും മാക്സിമം ഉണ്ടാവുക. കാരണം കുട്ടികളെ ഒന്ന് മോണിറ്റർ ചെയ്യണമെങ്കിൽ അത്രേ നമുക്ക് പറ്റുള്ളൂ. അപ്പം 250 കുട്ടികളെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധ തരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. നമുക്ക് ഇത്രയും നേരം കുട്ടികളോടൊപ്പം ആയിരുന്നതിൽ സാറിനോട് താങ്ക്സ് പറയുകയാണ്. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.